ജെയിംസാ ഇവിടെ ഉണ്ടോ? ആണോ? എല്ലാ ദിവസവും വരുമോ? നമ്മളെ സംബന്ധിച്ചോളം 2022 തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് സാറിന്റെ ഒരു അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ സാധിച്ചു. അന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ നല്ല ആളായിരുന്നു. നല്ല ആളാണ്, കൂടുതലും നല്ല ആളാണ്. അതെ അതെ. പിള്ളേർ തൊട്ട് യുവാക്കളുണ്ട്, പിന്നെ മധ്യവയസ്കരുണ്ട്, പ്രായമുള്ളവരുണ്ട്. എല്ലാവരും മസിൽ വെക്കാന്നുള്ളതല്ല, ആരോഗ്യം കാത്തു സംരക്ഷിക്കാന്ന്. അതെ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ചാനശേഖരനാന്ന് പറയുന്നത് ശരിക്കും അഭിമാനം തോന്നിയിട്ട് ഏകദേശം ഒരു 5 വർഷം ആയിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എല്ലാം വളരെ നന്നായിട്ട് ചെയ്തു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചങ്ങനാശ്ശേരിയിൽ സമഗ്രമായ മാറ്റം പഞ്ചായത്തുകളിൽ കൊണ്ടുവന്നു, മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവന്നു, ഗ്രൗണ്ടിൽ കൊണ്ടുവന്നു, സ്റ്റേഡിയം, ചങ്ങനാശ്ശേരി സ്റ്റേഡിയം, അതുപോലെ തന്നെ ഹെൽത്ത്, 5 നിലയുള്ള ആശുപത്രി, അതെല്ലാ സംവിധാനത്തോടും കൂടിയുള്ള ആശുപത്രിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ റോഡുകൾ BM&BC, ഈ റോഡും BM&BC എടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ രീതിയിലും കുടിവെള്ളം എത്തിക്കാൻ വേണ്ടിയുള്ള വളരെ ശക്തമായ നടപടി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച്, ജനങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഈ ആരോഗ്യ കാര്യത്തില് സാറിന്റെ ഒരു ദിനചര്യ എന്താണെന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? രാവിലെ 3-4 ഇഡലി കഴിച്ചാൽ പിന്നെ ഒരു 11:30 ആകുമ്പോൾ ചെറിയൊരു സ്നാക്സിനെ കഴിക്കും. ഉച്ചയ്ക്ക് കുറച്ച് ചോറേ ഉള്ളത്തുള്ളൂ. വൈകുന്നേരം 5:30-6 ആകുമ്പോൾ വീണ്ടും ഒരു ചെറിയ ഭക്ഷണം. അങ്ങനെ ഒത്തിരി ചെറിയ ചെറിയ ഭക്ഷണം കൊടുക്കുക. അതന്നെ. ഒരു ചോദ്യം, ഒരു കൗതുകത്തോടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു ജിംനേഷ്യത്തിൽ, ഒരു ഫിറ്റ്നസ് ക്ലബിൽ അംഗമാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അതെ, ആ കാലഘട്ടത്തിൽ ജിമ്മിൽ പോവാന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൗഡായിരുന്നു. അതെ അതെ. ജിമ്മിൽ പോവാന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന ഒരാഴ്ച നമ്മുടെ സുഹൃത്ത് ഒരാൾ നടന്നു വരുമ്പോൾ ജിമ്മിൽ പോകുന്ന ആളാന്ന് പറഞ്ഞാൽ നമുക്കൊരു ബഹുമാനമാണ്. പുള്ളിക്ക് നല്ല മസിൽ കാണും, നല്ല ആരോഗ്യം കാണും. അപ്പൊ SP കോളേജിൽ അന്നത്തെ കാലത്ത് മിസ്റ്റർ SP എന്നുള്ളൊരു മത്സരമുണ്ട്. ഞാൻ പഠിച്ച SP കോളേജിലാണ്. അപ്പൊ ആ മത്സരത്തിൽ വിജയിയാന്ന് പറഞ്ഞ പടമൊക്കെ അന്നത്തെ മാഗസിനിലൊക്കെ വരുമായിരുന്നു. അപ്പം സത്യത്തിൽ ജിം എന്ന് പറയുന്നത് എല്ലാ ഏജിലും ഉള്ളവർക്ക് വേണ്ടതാണ്. ആ കൊച്ചുപിള്ളേരൊക്കെ 10, 60, 70 കിലോ ആയിട്ട് നടക്കുന്നതാണ്. അത്ര ബോഡി വെയിറ്റ് വരാൻ പാടില്ല. ഇനി നമുക്കൊരു റിക്വസ്റ്റും കൂടെയാണ്. നമ്മുടെ സ്കൂൾ അക്കാദമിക്സിൽ പ്രത്യേകിച്ചും 1ാം ക്ലാസ് മുതൽ +2 വരെയെങ്കിലും ഹെൽത്ത്, ഡയറ്റ്, എക്സസൈസ്, ന്യൂട്രീഷൻ, ഈ 4 മേഖലയിലുള്ള ടോപ്പിക്കുകൾ 1ാം ക്ലാസ് മുതൽ അറ്റ്ലീസ്റ്റ് +2 വരെയെങ്കിലും ഒരു പാഠ്യ വിഷയമായിട്ട് വരേണ്ടതുണ്ട്. കാരണം എക്സസൈസിനെ കുറിച്ച് ഒരു തരത്തിൽ പോലും ഒരു മെൻഷൻ നമ്മുടെ അക്കാദമിക്സിലെ ബുക്കിലോ ഒന്നുമില്ല. എക്സസൈസിനെ കുറിച്ചില്ല, ന്യൂട്രീഷനെ കുറിച്ചില്ല. ആകെ കൂടെ A4 ആപ്പിൾ എന്ന് പറയുന്ന ആ വാക്കിൽ മാത്രമേ ഉള്ളൂ ആപ്പിൾ പോലും വരുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു അക്കാദമിക്കലി വരാൻ ചാൻസ് ഉണ്ടോ? സത്യത്തില് നമ്മുടെ കരിക്കുലം മാറ്റേണ്ടതാണ്. നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ 1ാം ക്ലാസ് മുതൽ മേലോട്ട് പഠിച്ചു വരുമ്പം ഓരോ വിദ്യാർത്ഥിയെയും നമ്മുടെ ഹെൽത്തിനെ പറ്റി കോൺഷ്യസ് ആക്കണം. എന്ത് ഭക്ഷണം കഴിക്കണം, അത് ഏത് നേരം കഴിക്കണം, എത്ര കഴിക്കണം, എത്ര രൂപയ്ക്ക് കഴിക്കണം. വൈറ്റ് പോയിസൺ ആണ് ഷുഗർ. വൈറ്റ് പോയിസൺ എന്ന് പറയുമ്പോഴത്തേക്ക് കൃത്യമായി പറഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന സാധനം. ചെറിയ ക്ലാസ്സിൽ തന്നെ വിദ്യാർത്ഥികളെയും അവരെ പാഠ്യ പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തി ഈ ഹെൽത്ത് കോൺഷ്യസ് ഉണ്ടാക്കുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ആവശ്യമാണ്. ഇപ്പം നമ്മുടെ ഫിറ്റ്നസ് സെൻ്ററായ ബിഗ് ബോസിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അറിയിക്കുന്നു. അത് നല്ല വിജയമായി മാറട്ടെ, ഇനി കൂടുതൽ ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.